ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ആപ്പിൾ ഐഫോൺ 15 ആണ്. ഇപ്പം ഞാൻ ഈ ഒരു ഫോൺ മേടിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 1 കൊല്ലത്തിന് ശേഷമുള്ള ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം 1 കൊല്ലത്തിന് ശേഷമുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇത്. ഇപ്പം ആദ്യം നമ്മൾ ഡിസൈൻ്റെ ഒക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. ഇപ്പം ബാക്കിൽ ഇതുപോലൊരു ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. ഗ്ലാസ് ബാക്ക് ബോഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാസ് ബാക്ക് ബോഡി ആണ് എന്ന് വിചാരിച്ചിട്ട് അധികം ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊന്നും ഇതുമേൽ വല്ലാതെ പിടിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇതുപോലെയല്ല യൂസ് ചെയ്യാറ്, ഞാനൊരു കേസ് ഇട്ടിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ മേടിച്ച ഉടനെ ഒരു കേസ് ഇടുക, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇപ്പോൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെക്കുക, അതായിരിക്കും ബെറ്റർ. കാരണം ഈ ഫോണിൻ്റെയൊക്കെ ബാക്കത്തെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഫ്രണ്ടത്തെ ഗ്ലാസ്സോ ഒക്കെ പൊട്ടിയാൽ അത്യാവശ്യം നല്ല പൈസയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബെറ്റർ ഗ്ലാസ് ഇട്ടിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. പിന്നെ ഇൻ ഹാൻഡ് ഫീൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വെയിറ്റും തിക്നെസ്സും ഒന്നും അധികം ഇല്ല. 171 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. തിക്നെസ് 7.8 mm വരുന്നുള്ളൂ. അപ്പം അതൊക്കെ ഓക്കെയാണ്. പിന്നെ നമ്മൾ കയ്യിൽ പിടിക്കുമ്പം അത്യാവശ്യം ചെറിയ ഒരു ഫോണാണ്. ഇപ്പോൾ സ്ക്രീൻ സൈസ് 6.1 ഇഞ്ചേ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസാണ് ഇതിൽ വരുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ സൈസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫോൺ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയി വെള്ളത്തിലൊന്നും ഇടാതിരിക്കുക. ഇനി അഥവാ നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ട് വെള്ളമെങ്ങാനും കയറിപ്പോയാൽ നമുക്ക് വാറണ്ടി കിട്ടില്ല. ഇപ്പം ഡാമേജ് വന്നാൽ വാട്ടർ ഡാമേജ് ആണ്, വാറണ്ടി തരില്ല എന്ന് തന്നെ അവർ പറയും. നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്തിട്ട് റെഡിയാക്കേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ബട്ടൺസിൻ്റെ ഒക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ സൈലൻസ് ചെയ്യാനുള്ള ബട്ടണാണ് വരുന്നത്. ഇപ്പം ഐഫോൺ 16 സീരീസിൽ നമുക്ക് ആക്ഷൻ ബട്ടൺ കിട്ടുന്നുണ്ട്. അപ്പം ആക്ഷൻ ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ ഐഫോൺ 16 നോക്കാം. അപ്പം ഇതിൽ സൈലൻസ് ചെയ്യാനുള്ള ബട്ടണാണ് വരുന്നത്. ഈ ഒരു സൈഡിൽ വോളിയം കുറയ്ക്കാനും കൂട്ടാനുള്ള ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഐഫോൺ 16 ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ക്യാമറ ബട്ടൺ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ വരുന്നില്ല. അപ്പോൾ ക്യാമറ ബട്ടൺ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഐഫോൺ 16 എടുക്കണം. പിന്നെ ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് ഇതുമേലുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ പെയിൻറ്റ് പോകുന്ന ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പെയിൻറ്റ് എവിടെയും പോയി കാണുന്നില്ല. ഇനി നമ്മുടെ മെയിൻ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസാണ് ഇതിൽ വരുന്നത്. അത് അത്യാവശ്യം നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. HDR10 സപ്പോർട്ട്, ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഡൈനാമിക് ഐലൻഡ് ആണ് വരുന്നത്. അതായത് ഇതുപോലുള്ള ഒരു നോച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പഞ്ചോളൊന്നുമില്ല, വലിയ നോച്ചാണ്. പക്ഷേ എന്നാലും ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളിൽ വരെ ഇതുപോലുള്ള ഒരു നോച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പം ഇതിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം പല ആപ്പുകളുടെയും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇപ്പം മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാനൊക്കെ പറ്റുന്നതായിരിക്കും. അപ്പം അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പൊതുവെ പറയാറുണ്ട് ഷോ ഓഫ് കാണിക്കാൻ ഐഫോൺ മേടിക്കരുത് എന്നൊക്കെ. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും ഷോ ഓഫ് കാണിക്കാൻ തന്നെയാണ് ഐഫോൺ മേടിക്കുന്നത്. ഇപ്പം ഈ ഒരു ഡൈനാമിക് ഐലൻഡ് ഉള്ളതിനോടുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ വേറെ ഒരാൾ കാണുമ്പോൾ ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീരീസിൽ വരുന്ന ഫോണാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീൽ കിട്ടും. ഇപ്പം എല്ലാവർക്കും ഈ ഒരു ക്യാമറ മോഡ്യൂൾ കണ്ടിട്ട് 16 ആണോ 15 ആണോ എന്നുള്ളതൊന്നും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഇത് കണ്ടാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഫീല് ലഭിക്കും. അപ്പം പറഞ്ഞു വരുമ്പോൾ ഫാക്റ്റ് അതാണ്, പല ആൾക്കാരും ഷോ ഓഫിന് വേണ്ടിയിട്ട് തന്നെയാണ് ഐഫോൺ എടുക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് യൂസ് ചെയ്യുന്നത് എന്ന് തോന്നാൻ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം ഐഫോൺ 14 ഒക്കെ എടുത്താൽ വലിയൊരു നോച്ചാണ് വരുന്നത്. അപ്പം പഴയ ഫോണാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു തോന്നൽ മറ്റുള്ളവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 നിറ്റ്സ് ആണ്. അപ്പം പുറത്ത് നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂസും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഫ്രണ്ടിൽ സെറാമിക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. നല്ലൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ 60 Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പം 50,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഫോണായിട്ട് കൂടി 60 Hz റീഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം അത് ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് പേഴ്സണലി എനിക്കൊരു പ്രശ്നമായി തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയങ്കര വലിയ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വലിയൊരു ഗെയിമറൊന്നുമല്ല. ഇപ്പം നിങ്ങൾ വലിയ ഹെവി ഗെയിമറാണ്, നിങ്ങൾ 120 FPS സപ്പോർട്ട് വരുന്ന അതുപോലെ തന്നെ 90 FPS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമുകളൊക്കെ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ഇഷ്യൂ തന്നെ ആയിരിക്കും. അപ്പം ആ ഗെയിംസിലൊക്കെ അത്ര മികച്ചൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിച്ചോളണം എന്നില്ല. പക്ഷേ ആസ് എ നോർമൽ യൂസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
വലിയ ഇഷ്യൂസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ വേറെ 2 ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളാണ്. ഇപ്പം അതിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ നോർമൽ യൂസിൽ വലിയ ഇഷ്യൂസ് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ഫാസ്റ്റ് ആയിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ അത്ര ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഫോണുകൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മെയിനായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് വീഡിയോ കാണാൻ, ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ, വാട്സപ്പ് യൂസ് ചെയ്യാൻ ഇതിനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റേ ഉള്ളൂ എന്നത് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്തോളണം എന്നില്ല. പക്ഷേ 120 FPS അതുപോലെ തന്നെ 90 FPS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമുകൾ കളിക്കുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മിസ്സാവുന്നതായിരിക്കും. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അല്ല ഐഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പ്രോ വെർഷൻസ് എടുക്കാവുന്നതാണ്. ഇപ്പം വീഡിയോ ക്വാളിറ്റിയുടെ ഒക്കെ കാര്യത്തിൽ അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പം HDR ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ സൗണ്ട് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇനിയും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോൾബി വിഷന്റെ സപ്പോർട്ടും HDR10ന്റെ സപ്പോർട്ടും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൾട്ടിമീഡിയ കൺസംഷന് ഇത് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഇനി സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ iOS 18 സോഫ്റ്റ്വെയർ ആണ് ഇപ്പം ഇതിൽ വരുന്നത്. ലോഞ്ച് ചെയ്ത സമയത്ത് iOS 17 ആയിരുന്നു. ഇപ്പം 18ന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ വലിയ ബഗ് ഉള്ളതായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഹാങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ഹാങ് ഒക്കെ ആയിട്ടുണ്ട്. ചിലപ്പം കോൾ എടുക്കുന്ന സമയത്തൊക്കെ ചില ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇത് സ്ഥിരം ഒരു പരിപാടിയൊന്നുമല്ല. അപ്പിളൊക്കെ ആയിട്ട് ചിലപ്പം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഞാനത് വലിയ പ്രശ്നമായിട്ട് പറയില്ല. അപ്പോൾ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ കാര്യമായിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല സോഫ്റ്റ്വെയർ പെർഫോമൻസ് തന്നെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു iOS 18 സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഇപ്പം 16ലും നമുക്ക് iOS 18 സോഫ്റ്റ്വെയർ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 15ൽ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ കിട്ടില്ല. എന്നാൽ 16ലോട്ട് വരുമ്പം ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം സോഫ്റ്റ്വെയറിൽ iOS 18 ആണെങ്കിലും ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചർ ഇതിൽ വരില്ല. പിന്നെ ഇപ്പോഴത്തെ ഇതിൽ iPhone 16ലും ആ ഒരു ഫീച്ചർ വരുന്നില്ല. പക്ഷേ ഭാവിയിൽ അപ്ഡേറ്റ് വഴി ആ ഒരു ഫീച്ചർ വരുന്നതായിരിക്കും. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഫേസ് ഐഡിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്നുമില്ല. അപ്പോൾ ഫേസ് ഐഡിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ഡാർക്ക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ആവുന്നുണ്ട്. അപ്പം അതിലൊന്നും ഒരു ഇഷ്യൂസ് ഫീൽ ചെയ്തിട്ടില്ല. ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ A16 bionic ചിപ്പാണ് ഇതിൽ വരുന്നത്. നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. ഇപ്പം ഇതിൽ 6 GB റാമാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 128 GB ഇന്റേണൽ വെർഷനാണ്. അപ്പം നിങ്ങൾ ഏതെടുക്കണം എന്ന് ചോദിച്ചാൽ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ 128 GB ഇന്റേണൽ വെർഷൻ ഒഴിവാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 256 GB ഇന്റേണൽ വെർഷനെങ്കിലും എടുക്കുക. എൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാര്യമായിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാത്ത ആളാണ്. അതുകൊണ്ടാണ് ഞാൻ 128 GB ഇന്റേണൽ വെർഷൻ എടുത്തത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ തന്നെ പറയുമ്പോൾ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പെർഫോമൻസിലൊന്നും ഒരു ഇഷ്യൂസ് ഫീൽ ചെയ്തിട്ടില്ല. നോർമൽ യൂസേജിൽ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. കാര്യമായിട്ട് ഹാങ്ങും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ BGM ഒക്കെ കളിക്കുന്ന സമയത്ത് ഇപ്പം സെറ്റിങ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എക്സ്ട്രീം HDR സെറ്റിങ്സ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗെയിമിങ്ങിലും വലിയ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ട് തന്നെ ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 120 FPS അതുപോലെ തന്നെ 90 FPS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമുകൾ കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഇതിൽ ലഭിച്ചോളണം എന്നില്ല. കാരണം ഇതിൽ മാക്സിമം 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ ആൻതുതു സ്കോർ, ഗീക്ബെൻ സ്കോർ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആൻതുതു സ്കോർ നോക്കിയപ്പം 12,90,000 അടുത്ത് വരുന്നുണ്ട്. മുമ്പ് നോക്കിയപ്പം 10 ലക്ഷത്തിന്റെ റേഞ്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പ് 9 ലക്ഷത്തിന് താഴെയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് മാക്സിമം കിട്ടിയിട്ടുള്ള ഒരു സ്കോർ എന്ന് പറയുന്നത് 12,90,000 ആണ്. അത് നല്ലൊരു സ്കോറൊക്കെ തന്നെയാണ്. പിന്നെ ഗീക്ബെൻ സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കോറാണ് കിട്ടിയിട്ടുള്ളത്. ഇതും അത്യാവശ്യം നല്ലൊരു സ്കോറൊക്കെ തന്നെയാണ്. ഇപ്പം നോർമലി ഫോൺ യൂസ് ചെയ്യുമ്പോൾ വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഗെയിം കളിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ചൂടാവുന്നുണ്ട്. ഇപ്പം ബാക്കിലൊക്കെ തൊടുമ്പോൾ ചെറിയൊരു ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഓവർ ഹീറ്റിംഗ് ആണോ എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ഓവർ ഹീറ്റിംഗ് എന്ന് ഞാൻ പറയില്ല. അപ്പം സാധാരണ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഫോൺ കുറച്ചൊക്കെ ഹീറ്റ് ആവാറുണ്ട്. ആ ഒരു രീതിയിലൊക്കെ തന്നെ ഹീറ്റ് ആവുന്നുള്ളൂ. എന്നാലും ഭയങ്കര കൂളാണ് എന്നൊന്നും പറയില്ല. ചെറിയ രീതിയിലൊക്കെ ഹീറ്റ് ആവുന്നുണ്ട്. പിന്നെ കോളിങ്ങിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് വെച്ചാൽ കോളിങ്ങിന്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂസും ഫീൽ ചെയ്തിട്ടില്ല. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വൈഫൈയുടെ കാര്യത്തിൽ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ വേറെ 2 ആൻഡ്രോയിഡ് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം വൈഫൈ കുറച്ച് വിട്ടാണ്. അപ്പോൾ ചിലപ്പം ഞാൻ 3 ഫോൺ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ 2 ആൻഡ്രോയിഡ് ഫോൺസിലും വൈഫൈ കണക്ട് ആയിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ റേഞ്ച് കാണിക്കില്ല.
അപ്പം ആ ഒരു റേഞ്ച് പിടിക്കുന്ന കാര്യത്തിൽ ആൻഡ്രോയിഡ് ഫോൺസിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതും 15,000-20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളാണ്. പക്ഷെ നോർമലി തിരക്കേടില്ലാത്ത റേഞ്ച് ഉണ്ടാകുമ്പോൾ ഒരു ഇഷ്യൂസും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നോർമൽ ഫോട്ടോസിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നല്ല ലൈറ്റൊക്കെ ഉള്ള കണ്ടീഷൻസിൽ അത്യാവശ്യം തിരക്കില്ലാത്ത ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓവർ സാച്ചുറേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിലും ഫോൺ തിരക്കേടില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ ചിലപ്പോൾ നമ്മുടെ മുഖമൊക്കെ കുറച്ചും കൂടി ഡാർക്ക് ആക്കുന്നുണ്ട്. ആ ഒരു ലൈറ്റ് കൺട്രോൾ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫോട്ടോസ് തന്നെയാണ് വരുന്നത്. ആ ഫോട്ടോസ് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫോട്ടോസ് ആണ് എന്ന് പറയാവുന്നതാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വീഡിയോസ് ആണ്. അപ്പം വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നല്ലൊരു റിസൾട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ സിനിമാറ്റിക് വീഡിയോ ഉണ്ട്. സിനിമാറ്റിക് വീഡിയോയിൽ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോഴും അത്യാവശ്യം നല്ല ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. ഇപ്പം സെൽഫി ക്യാമറയുടെ കാര്യത്തിലായാലും വീഡിയോസിൽ അത്യാവശ്യം നല്ല റിസൾട്ട്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പം സെൽഫി ക്യാമറയുടെ കാര്യത്തിലും ഫോട്ടോസ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം iPhone 16 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ iPhone 16ൽ ഞാൻ എക്സ്ട്രാ ആയിട്ട് കാണുന്ന ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ആ ഒരു ഫീച്ചർ ലഭിക്കുന്നില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല സൗണ്ട് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ, അതായത് വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഓഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ iPhone 15 എടുക്കണോ 16 എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 16 ആയിരിക്കും ബെറ്റർ. കാരണം ഓഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അതെല്ലാം നോക്കുമ്പോൾ വലിയ ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല. അത്യാവശ്യം നല്ലൊരു വീഡിയോ പെർഫോമൻസ് ഇതിൽ വരുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ 3349 mAh ബാറ്ററിയാണ് വരുന്നത്. ഇപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി ഫോൺ യൂസ് ചെയ്യുമ്പോൾ രാവിലെ ചാർജ് ചെയ്തിട്ടാണ് പോവാറ്. ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ഫോൺ ചാർജ് ചെയ്യും. പിന്നെ ഞാൻ നോർമലി ഫുള്ളായിട്ട് ചാർജും ചെയ്യാറില്ല. പൊതുവേ 80-90% വരെ ചാർജ് ചെയ്യാറുള്ളൂ. 100% ആക്കാറില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതായിരിക്കും ബെറ്റർ. നിങ്ങൾ ചാർജ് ചെയ്യുമ്പം 20-25-80-90 റേഞ്ചിലൊക്കെ ആയിട്ട് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ബാറ്ററിക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പം ഞാൻ 80-90% വരെ ചാർജ് ആക്കുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വർക്കിന് പോയാൽ വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുന്ന സമയത്തും ഒരു 20-25% ബാറ്ററി ബാക്കിയുണ്ടാവും. ഞാൻ പിറ്റേ ദിവസമാണ് ചാർജ് ചെയ്യാറ്. ഇപ്പോൾ നോർമലി വാട്സപ്പ്, ഫേസ്ബുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, പിന്നെ യൂട്യൂബിൽ വീഡിയോസ് കാണുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഡേ ചാർജ് കിട്ടുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളൊരു ഹെവി ഗെയിമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 1 ഡേ ഫുള്ള് കിട്ടില്ല. അപ്പം നല്ല ഗെയിമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ 2 പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരും. എന്നാലും അത് ഓക്കെ ആണ്. ഇപ്പോൾ നമ്മൾ ഫോൺ മേടിച്ച സമയത്ത് നമ്മൾ ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാറ്ററി ടെസ്റ്റിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതിൽ കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫോൺ 6-6.5 മണിക്കൂർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു 2 മണിക്കൂറോളം നമ്മൾ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് നേരം വീഡിയോസ് കണ്ടു. കുറച്ച് നേരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ റെക്കോർഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും 6-6.5 മണിക്കൂറൊക്കെ ആ ഒരു ടെസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചാർജിങ് സ്പീഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ ഇതിൽ വരുന്നുള്ളൂ. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. എന്നാലും 20 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് ഓക്കെ എന്ന് പറയാം. ഇപ്പം നോർമലി ഞാൻ ചെയ്യുമ്പോൾ ഒരു 40-45 മിനിറ്റൊക്കെ ചാർജ് ചെയ്യാൻ വെക്കും. അപ്പോൾ തന്നെ 80-85% ചാർജ് ആവും. ഇപ്പം നോർമലി ഞാൻ ഒരു 20% ഉണ്ടാകുമ്പോഴാണ് ചാർജ് ചെയ്യാൻ വെക്കാറ്. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിന് ആവശ്യമുള്ള ചാർജ് ഒരു 3/4 മണിക്കൂറിനോടൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി 0 to 100% ആവാൻ എത്ര ടൈം എടുക്കും എന്ന് ചോദിച്ചാൽ 1 മണിക്കൂറൊന്നുമല്ല, 1.25 മണിക്കൂർ ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചാർജ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നമുക്ക് ഒരു ദിവസത്തിന് ആവശ്യമുള്ളത് ഒരു 3/4 മണിക്കൂറോടൊക്കെ ചാർജ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലാണ് കാണിക്കുന്നത്. മാക്സിമം കപ്പാസിറ്റി 92% ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ചാർജിങ് സൈക്കിൾ 285 ഒക്കെ ആയിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പഴയ പോലെയല്ല, ഇപ്പം ഇതിൽ Type-C ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ലൈറ്റ്നിങ് പോർട്ട് അല്ല ഇതിൽ വരുന്നത്. പിന്നെ USB 2.0 സപ്പോർട്ടേ ഇതിൽ വരുന്നുള്ളൂ. ഇപ്പം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണാണ്. അപ്പം ആ ഒരു ലെവലിലൊക്കെ USB 3.1 സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി. എന്തായാലും USB 2.0 സപ്പോർട്ടേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ അത്ര ഫാസ്റ്റ് ആയിക്കൊള്ളണം എന്നില്ല.
ഇപ്പം ഞാൻ ഈ ഒരു ഫോൺ മേടിച്ചിരുന്നത് 80,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. പക്ഷേ ഇപ്പം ഈ ഒരു ഫോൺ നമുക്ക് 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പം ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാൽ 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കാണാം. പിന്നെ ബാങ്ക് ഓഫേഴ്സും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ ഈ ഫോൺ ലഭിക്കുന്നതായിരിക്കും. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ അത് പറയുമ്പോഴും ഓർക്കേണ്ടത് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സൊക്കെ നല്ലതാണ്. ഇപ്പം നല്ല ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പെർഫോമൻസും അത്യാവശ്യം ഓക്കെയാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. കാര്യമായിട്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിന് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം ക്യാമറയിൽ ഫോട്ടോസും അത്യാവശ്യം തിരക്കേടില്ലാതെ വരുന്നുണ്ട്. തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ ആപ്പിളിൻ്റെ ഒരു ഫോൺ നിങ്ങൾ 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും iPhone 15 നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 13 14 എടുക്കുന്നതിൽ നല്ലത് ഈ ഒരു iPhone 15 എടുക്കുന്നത് തന്നെയാണ്. ഇനി അതല്ല iPhone 16 എടുക്കണോ 15 എടുക്കണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്യുക. ഇപ്പം iPhone 16 നമുക്ക് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പം iPhone 16 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ നമുക്ക് ഒരു ആക്ഷൻ ബട്ടൺ ലഭിക്കുന്നുണ്ട്, ഒരു ക്യാമറ ബട്ടൺ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കാര്യമായിട്ട് ചേഞ്ചസ് ഇല്ല. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 16 ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ 15 ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പം 16 ആ ഒരു ഫീച്ചർ എത്തിയിട്ടില്ല. പക്ഷെ ഭാവിയിൽ ആ ഒരു ഫീച്ചർ എത്തുന്നതായിരിക്കും. വിലയുടെ കാര്യത്തിൽ രണ്ടും തമ്മിൽ 25,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. iPhone 16 80,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് കിട്ടുന്നത്. ഈ ഒരു ഫോൺ 55,000 രൂപ പ്രൈസ് റേഞ്ചിലും കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബഡ്ജറ്റ് അത്രയും കൂട്ടാം എന്നുണ്ടെങ്കിലും മാത്രം 16 പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എന്തായാലും ഈ ഒരു 50,000-55,000 രൂപ പ്രൈസ് റേഞ്ചിൽ iPhone 15 നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.